നമസ്കാരം, ഗുഡ് ഈവനിംഗ്. വാർത്താ സന്ധ്യയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. പോലീസ് അതിക്രമങ്ങൾ എണ്ണിപ്പറഞ്ഞ് നിയമസഭയിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് പ്രതിപക്ഷം. അടിയന്തരാവസ്ഥക്കാലത്തെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ പ്രസംഗം വായിച്ചായിരുന്നു പ്രതിപക്ഷം ഉപക്ഷേപ ചർച്ചകൾക്ക് തുടക്കമിട്ടത്. 9 വർഷം കൊണ്ട് സർക്കാർ പോലീസ് സംവിധാനം തകർത്തെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. പോലീസുകാർക്കെതിരെ സ്വീകരിച്ച നടപടികളുടെ കണക്ക് നിരത്തിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളെക്കുറിച്ച് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷ ആവശ്യത്തിന് സർക്കാർ വഴങ്ങി. ഇതോടെയാണ് പ്രത്യേക ചർച്ചയ്ക്ക് അരങ്ങൊരുങ്ങിയത്. സംസ്ഥാനത്തെ പോലീസ് അതിക്രമങ്ങളുടെ കണക്ക് എണ്ണിപ്പറഞ്ഞുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച റോജി എം ജോൺ സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചു. സർ, ആഭ്യന്തര വകുപ്പും പോലീസുമൊക്കെ എന്ത് നടപടിയാണ് സാർ എടുത്തത്? ഈ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത്. ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ വീഡിയോ അത് പുറം ലോകം കണ്ടതിന്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന പേരിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനം മുഖ്യ വിഷയമായി മാറിയ അടിയന്തര പ്രമേയത്തിനെ പഴയ സംഭവം എന്ന് പറഞ്ഞാണ് ഭരണപക്ഷം പ്രതിരോധിച്ചത്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ സുജിത്തിന് മർദ്ദനമേറ്റു എന്ന് പറയുന്ന വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ മുഖ്യമന്ത്രി ഇടപെട്ട് ബന്ധപ്പെട്ടവരെയെല്ലാം തന്നെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. എന്തേ ഈ 2.5 വർഷമായി നിങ്ങൾ ഈ വിഷയം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്താതെ പോയത്? പോലീസിന് മേൽ സർക്കാരിന് നിയന്ത്രണം നഷ്ടപ്പെട്ടെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ മുഖ്യ വിമർശനം. മുഖ്യമന്ത്രി പോലീസ് വകുപ്പ് ഒഴിയണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ നടപടിയെടുക്കാതിരിക്കുന്നതെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഞാൻ അങ്ങയോട് പറയുന്നു, അങ്ങ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതല ഒഴിഞ്ഞു പോകണം. സ്റ്റാലിന്റെ റഷ്യയിലല്ല നെഹ്റു ഭരിച്ച നാട്ടിലാണ് വളർന്നതെന്ന പരാമർശത്തോടെ തുടങ്ങിയ മുഖ്യമന്ത്രി UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ ഒന്നൊന്നായി ഓർത്തെടുത്തു. വലതുമുന്നണിയിൽ നിന്ന് വ്യത്യസ്തമായ പോലീസ് നയം പിന്തുടരുന്ന ഇടത് സർക്കാർ കുറ്റക്കാരോട് കർശന സമീപനം സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഉദയകുമാറിനെ ഉരുട്ടിക്കൊന്ന സംഭവം, ആ പ്രതികളെയെല്ലാം മോചിപ്പിക്കുന്ന നിലവന്നു വലിയ തോതിൽ സമൂഹ മനസാക്ഷിയെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. സർ, നമ്മുടെ സംസ്ഥാനത്ത് അതുപോലുള്ള എത്രയെത്ര ക്രൂരമായ സംഭവങ്ങൾ, ആ സംഭവങ്ങൾ നടന്നപ്പോൾ അത്തരം സംഭവങ്ങൾക്ക് ഉത്തരവാദികളായ ആളുകളെ, ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുന്നതിനുള്ള നടപടിയാണ് നിർഭാഗ്യവശാൽ കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. കുന്നംകുളത്ത് മർദ്ദനം നടത്തി പോലീസുകാരെ പിരിച്ചുവിടണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി വ്യക്തമായ മറുപടി നൽകാതിരുന്നതോടെ സഭാകവാടത്തിൽ സമരം പ്രഖ്യാപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. 24 തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹം തുടങ്ങി. MLA-മാരായ സനീഷ് കുമാർ ജോസഫ്, AK അഷറഫ് എന്നിവരാണ് സഭയ്ക്കുള്ളിൽ സത്യഗ്രഹം ഇരിക്കുന്നത്. പോലീസ് അതിക്രമത്തിൽ നടപടിയെടുക്കാൻ സർക്കാരിന് മേൽ സത്യഗ്രഹത്തിലൂടെ സമ്മർദ്ദമേറ്റുകയാണ് പ്രതിപക്ഷത്തിന്റെ ലക്ഷ്യം. ലോക്കപ്പ് മർദ്ദനത്തിന് തെളിവായി CCTV ദൃശ്യങ്ങളടക്കം പുറത്തുവന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മർദ്ദനത്തിൽ കർശനമായ നടപടി ആവശ്യപ്പെട്ടാണ് അടിയന്തര പ്രമേയ ചർച്ചയ്ക്കൊടുവിൽ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സത്യാഗ്രഹം പ്രഖ്യാപിച്ചത്. ഈ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഞങ്ങൾ അനിശ്ചിതകാല സത്യാഗ്രഹം 2 MLA-മാരുടെ നേതൃത്വത്തിൽ ആരംഭിക്കുകയാണെന്ന കാര്യം അങ്ങേ അറിയിച്ചുകൊണ്ട് പോലീസ് അതിക്രമത്തിനെതിരെ ജനവികാരം ആളിക്കത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രതിപക്ഷം സഭയ്ക്കകത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച സഭ പിരിയുന്നതിനകം പോലീസുകാരുടെ പിരിച്ചുവിടലിൽ തീരുമാനമുണ്ടാകുന്നില്ലെങ്കിൽ സഭയ്ക്ക് പുറത്തേക്ക് സമരം വ്യാപിപ്പിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. അതിശക്തമായ പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് UDF നടത്തും. സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനാകുന്ന ജനകീയ വിഷയങ്ങൾ ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കുടുങ്ങിയിരിക്കുകയായിരുന്നു പ്രതിപക്ഷം. അതിൽ നിന്ന് പുറത്തു കടക്കുക എന്ന ഉദ്ദേശവും സഭാകവാടത്തിലെ സമരത്തിന് പിന്നിലുണ്ട്. 24 തിരുവനന്തപുരം. തൃശൂർ കുന്നംകുളം കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിച്ച് CPIM തൃശൂർ ജില്ലാ സെക്രട്ടറി KV അബ്ദുൾ ഖാദർ. മദ്യപ സംഘത്തിൽ ഉൾപ്പെട്ടയാളാണ് സുജിത്ത് എന്നും പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കുമോ എന്നുമാണ് CPIM ജില്ലാ സെക്രട്ടറിയുടെ വാദം. KV അബ്ദുൾ ഖാദറിന്റെ വാദങ്ങളെ സുജിത്ത് VS തള്ളി. 4 മദ്യപ സംഘത്തെ അവിടുത്തെ പോലീസ് പിടിച്ച് ജീപ്പിൽ കയറ്റി. ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചിറക്കി. കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത്
ശരിയാണോ എനിക്കറിയില്ല. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ കസ്റ്റഡി മർദ്ദനം സർക്കാരിന് മാത്രമല്ല പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കിയതോടെയാണ് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദറിന്റെ വഴിവിട്ട ന്യായീകരണം. ആ സംഗതിക്ക് ഒരു മറുവശമുണ്ട്. അത് കാണാതെ പോയി, അത് ജനം അറിയാതെ പോയി. അതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് എന്ന കാര്യമാണ് ആ പ്രസംഗത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചത്. തനിക്കെതിരായ കേസുകൾ പൊതുപ്രവർത്തനത്തിന്റെ ഭാഗമെന്നും താൻ മദ്യപിക്കുന്ന ആളല്ലെന്നും സുജിത് VSന്റെ മറുപടി. രാഷ്ട്രീയപരമായിട്ടുള്ള കേസുകൾ നിരവധി ഉണ്ട്. ഇപ്പോൾ ജാമ്യം എടുത്തതും എടുക്കാത്തതുമായിട്ടുള്ള നിരവധി കേസുകൾ നിലവിലുണ്ട്. അതല്ലാതെ ഞാനൊരാളിനെ കൊല്ലാനോ അതിൻ്റെ വധിച്ചിട്ടുള്ള വല്ല വധശിക്ഷയ്ക്ക് വിധേയനായിട്ടുള്ളൊരു വ്യക്തിയൊന്നുമല്ല ഞാൻ ഇതുവരെ. KV അബ്ദുൽ ഖാദറിനെ പരിഹസിച്ച് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റും രംഗത്തെത്തി. മർദ്ദനത്തിന് നേതൃത്വം കൊടുത്ത പോലീസുകാരെ പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. മർദ്ദന സമയത്ത് ജീപ്പോടിച്ചിരുന്ന CP ഷുഹൈർ അബ്ദുൾ റഹ്മാനെ പഞ്ചായത്തിലെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായി ജോലിയിൽ തുടരാൻ അനുവദിക്കരുതെന്ന് കോൺഗ്രസ് ഭരിക്കുന്ന പഴയന്നൂർ പഞ്ചായത്ത് പ്രമേയം പാസാക്കി. സുജിത്തിനടക്കം പോലീസ് മർദ്ദനം നേരിട്ട സംഭവത്തിൽ ഹൈക്കോടതിയും സർക്കാരിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതിനിടെ കസ്റ്റഡി മർദ്ദനം ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടി സുജിത് VS ഉൾപ്പെടെയുള്ളവർ ഹൈക്കോടതിയിൽ പൊതുതാൽപര്യ ഹർജി നൽകി. 24 തൃശൂർ. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ യുവതിയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയ 24 വാർത്ത നിയമസഭയിൽ. ഉമാ തോമസ് ആണ് വിഷയം സഭയിൽ ഉന്നയിച്ചത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടികൾ എടുത്തെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. കാട്ടാക്കട സ്വദേശി സുമയ്യയുടെ നെഞ്ചിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ കുടുങ്ങിയ വാർത്ത 24 ആണ് പുറത്തു കൊണ്ടുവന്നത്. ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തിയെന്ന് മന്ത്രി വീണ ജോർജ് നിയമസഭയെ അറിയിച്ചു. പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ വ്യക്തമാക്കിയ കാര്യങ്ങളിൽ കൂടുതൽ മന്ത്രി നിയമസഭയിൽ പറഞ്ഞിട്ടില്ല. ഡോക്ടർ കുറ്റക്കാരനാണെന്നോ നടപടിയെക്കുറിച്ചോ ഉള്ള വിവരങ്ങളില്ല. ഗൈഡ് വയർ കുടുങ്ങിയത് കണ്ടെത്തിയതിന് പിന്നാലെ ശ്രീചിത്രയുമായി ബന്ധപ്പെട്ടു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്ന റിപ്പോർട്ട് ലഭിച്ചു. എങ്കിലും വിശദ അന്വേഷണത്തിന് വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി. പരാതി നൽകിയ സുമയ്യയുടെ മൊഴി രേഖപ്പെടുത്തി. വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സിനെയും സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു. വീഴ്ചകളുള്ള കേസുകളിൽ കർശന നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി നിയമസഭയിൽ ഉറപ്പ് നൽകി. 24 തിരുവനന്തപുരം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദയ ശസ്ത്രക്രിയാ ഉപകരണ പ്രതിസന്ധി. ആൻജിയോഗ്രാമിന് ഉപയോഗിക്കുന്ന ഗൈഡ് വയറിനാണ് ക്ഷാമം നേരിടുന്നത്. വിഷയം ചൂണ്ടിക്കാട്ടി കാർഡിയോളജി വിഭാഗം മേധാവി മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന് കത്ത് നൽകി. ഉപകരണം ഉടൻ എത്തിക്കാനാകുമെന്ന് സൂപ്രണ്ട് വ്യക്തമാക്കി. കമ്പനിയുമായി സംസാരിച്ചിട്ടുണ്ട്. കുടിശ്ശികയുണ്ടെങ്കിലും ഉടൻ ഉപകരണം എത്തിക്കാമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞതായി മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് അറിയിച്ചു. സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ഉപകരണക്ഷാമം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. 10 വർഷമായിട്ടും സിസ്റ്റത്തിന്റെ തകരാർ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലേ എന്ന് പ്രതിപക്ഷം ചോദിച്ചു. രോഗികൾ പണം നൽകി ഉപകരണങ്ങൾ വാങ്ങിക്കുന്നത് സർക്കാർ നയത്തിന് വിരുദ്ധമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതികരിച്ചു. ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ മന്ത്രി സംവാദത്തിന് വെല്ലുവിളിച്ചു. ചോദ്യോത്തരവേളയിൽ ആരോഗ്യവകുപ്പിലെ വീഴ്ചകൾ ഉന്നയിച്ചായിരുന്നു പ്രതിപക്ഷ വിമർശനം. വകുപ്പിന് കപ്പിത്താനില്ലെന്നും വിമർശനം. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്ന് ഗവൺമെന്റ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിന്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? സംവിധാനങ്ങളിൽ കാലോചിതമായ മാറ്റം വേണമെന്ന് മന്ത്രിയുടെ പ്രതികരണം. സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെന്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. ശസ്ത്രക്രിയയ്ക്ക് പോകേണ്ടവർ പഞ്ഞി വരെ വാങ്ങിക്കൊണ്ടുവരേണ്ട ഗതികേടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വിഭാഗത്തിൽ ചികിത്സയ്ക്ക് വന്ന ചില രോഗികൾ പുറത്തുനിന്ന് ഉപകരണങ്ങൾ വാങ്ങി നൽകിയതായി അന്വേഷണ റിപ്പോർട്ടിലുണ്ടെന്ന് ആരോഗ്യമന്ത്രി സമ്മതിച്ചു. കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കുകയല്ല, സംരക്ഷിക്കുകയാണ് ആരോഗ്യവകുപ്പിന്റെ ദൗത്യമെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരോക്ഷമായി പരാമർശിച്ച് മന്ത്രി. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്.
കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ആരോഗ്യമേഖലയെ UDF സർക്കാരിന്റെ കാലത്തെ ആരോഗ്യമേഖലയുമായി താരതമ്യപ്പെടുത്തിയ മന്ത്രി വീണ ജോർജിന്റെ മറുപടിയും വാക്കുതർക്കത്തിനിടയാക്കി. ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങളിൽ പ്രതിപക്ഷ നേതാവിനെ സംവാദത്തിന് മന്ത്രി വെല്ലുവിളിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം. പാലക്കാട് സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. അതേസമയം മസ്തിഷ്ക ജ്വരം ബാധിച്ചുള്ള മരണനിരക്ക് കുറയ്ക്കാൻ കഴിയുന്നുണ്ടെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്നും ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ നമ്മൾ പ്രതിരോധം എടുക്കണം. മലിനമായിട്ടുള്ള കെട്ടിക്കിടക്കുന്ന ജലാശയങ്ങൾ, അതോടൊപ്പം തന്നെ പായൽ പിടിച്ച ജലാശയങ്ങൾ, കന്നുകാലികളെ കുളിപ്പിക്കുന്ന ജലാശയങ്ങൾ, പാറക്കുളങ്ങൾ, ഇവിടങ്ങളിൽ നമ്മൾ നീന്തുകയോ അവിടെ ഈ മുഖം കഴുകുകയോ കുളിക്കുകയോ ചെയ്യാൻ പാടില്ല. കിണറുകൾ ശാസ്ത്രീയമായി ക്ലോറിനേറ്റ് ചെയ്യണം. സ്വിമ്മിംഗ് പൂളുകളും അതുപോലെ വാട്ടർ തീം പാർക്കുകളിലെ പൂളുകളും കൃത്യമായി തന്നെ ക്ലോറിനേറ്റ് ചെയ്യുകയും റെക്കോർഡ് കീപ്പ് ചെയ്യുകയും ചെയ്യണം. കൃത്യമായി രജിസ്റ്ററിൽ ഉണ്ടാകണം എന്ന് ക്ലോറിനേറ്റ് ചെയ്തു എന്നൊക്കെയുള്ളത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുമെന്ന് ഹൈക്കോടതി. ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതകൾ ഉണ്ടെങ്കിൽ ജില്ലാ കളക്ടറെ അറിയിക്കാൻ ഹർജിക്കാരോട് ഹൈക്കോടതി നിർദ്ദേശിച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ ഹൈക്കോടതിയിൽ പുതിയ റിപ്പോർട്ട് നൽകും. ഇതിനുശേഷമാകും വിലക്ക് തുടരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. ഹർജി വ്യാഴാഴ്ച വീണ്ടും പരിഗണിക്കും. ഗസ പിടിച്ചെടുക്കുന്നതിന് ഇസ്രയേലിന്റെ കരയാക്രമണവും കനത്ത ബോംബാക്രമണവും. ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്ന് ജനങ്ങൾ കൂട്ടപലായനം നടത്തുകയാണ്. 60-ലേറെ പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു. ഗസ കത്തുകയാണെന്ന് ഇസ്രായേലി പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കട്സ് പ്രതികരിച്ചു. ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ഗസയിൽ ശേഷിക്കുന്ന മനുഷ്യർ വീണ്ടും നിസ്സഹായരാകുന്ന ദയനീയ കാഴ്ച. ഇസ്രായേൽ ആക്രമണത്തിന് പിന്നാലെ വടക്കൻ ഗസയിൽ നിന്നും തെക്കൻ ഗസയിലേക്ക് ജനം കൂട്ടപലായനം തുടരുകയാണ്. പലായനം ചെയ്യാൻ ഇസ്രായേൽ അനുവദിച്ചിരിക്കുന്നത് അൽ റാഷിദ് തീരദേശ റോഡ് മാത്രമാണ്. നിരവധി കുടുംബങ്ങൾ നിരത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ബന്ദികളെ മനുഷ്യകവചമാക്കി ഇസ്രായേൽ ആക്രമണത്തെ ഹമാസ് പ്രതിരോധിക്കാൻ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് കടുത്ത പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഉടൻ ബന്ദികളെ മോചിപ്പിക്കണമെന്നും ഡൊണാൾഡ് ട്രംപ് ആവശ്യപ്പെട്ടു. വടക്കൻ ഗസയിൽ ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് സൈനിക നടപടിയെന്നാണ് ഇസ്രായേലിന്റെ വാദം. ഇതിനിടെ ഗസയിൽ ഇസ്രായേൽ വംശഹത്യ നടത്തിയെന്ന് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവന്നു. ഇതാദ്യമായാണ് ഐക്യരാഷ്ട്രസഭ ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റും വംശഹത്യയ്ക്ക് ഉത്തരവാദികളാണെന്ന് UN അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള വ്യക്തമാക്കി. ഇസ്രായേലി അധികൃതരുടെ പ്രസ്താവനയ്ക്ക് പുറമെ വംശഹത്യയ്ക്ക് സാഹചര്യ തെളിവുകളുമുണ്ടെന്ന് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് വളച്ചൊടിച്ചതും വ്യാജവുമെന്ന് ഇസ്രായേൽ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. ഇന്ത്യൻ വംശജയാണ് അന്വേഷണ കമ്മീഷൻ മേധാവി നവി പിള്ള. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓപ്പറേഷൻ സിന്ദൂറിൽ മസൂദ് അസറിന്റെ കുടുംബം കൊല്ലപ്പെട്ടെന്ന് ജെയ്ഷെ മുഹമ്മദ്. ആദ്യമായാണ് ജെയ്ഷെ മുഹമ്മദ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ജെയ്ഷെ മുഹമ്മദ് കമാൻഡർ മസൂദ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോയാണ് പുറത്തുവന്നത്. മെയ് 7 നടന്ന ഓപ്പറേഷനിൽ ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസർ ഉൾപ്പെടെ കൊല്ലപ്പെട്ടെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നെങ്കിലും സ്ഥിരീകരിച്ചിരുന്നില്ല. അതിനിടയിലാണ് ഇല്യാസ് കശ്മീരിയുടെ വീഡിയോ പുറത്തുവന്നത്. ഇന്ത്യയുടെ ആക്രമണം വലിയ ആഘാതമുണ്ടാക്കിയെന്ന് അംഗീകരിക്കുന്ന രീതിയിലാണ് വീഡിയോ. मौलाना मसूद अजहर की फैमिली के लोग बहने और बेटे और बच्चे रेजा रेजा हो गए, टुकड़ों में तकसीम हो गए, कीमा बन गए. ഓപ്പറേഷൻ സിന്ദൂറിൽ ജെയ്ഷെ മുഹമ്മദിന്റെ ശക്തി കേന്ദ്രമായ ബഹാവൽപൂരിൽ കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചുവെന്ന് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ നിഗമനം ശരിവെക്കുന്നതാണ് മസൂദ് ഇല്യാസിന്റെ പരാമർശം. ഇന്ത്യയുടെ അവകാശവാദം തെറ്റെന്നായിരുന്നു പാകിസ്ഥാന്റെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സും അന്താരാഷ്ട്ര നിരീക്ഷക സംഘവും വിശദീകരിച്ചിരുന്നത്. 24 ഡൽഹി. രാഹുൽ മാങ്കുട്ടത്തിൽ MLA-ക്കെതിരെയുള്ള ലൈംഗികാരോപണ വിവാദത്തിൽ യുവനടിയെ പരാതിക്കാരിയാക്കി കേസെടുക്കേണ്ടതില്ലെന്ന് ക്രൈംബ്രാഞ്ച്. യുവനടിക്ക് നിയമ നടപടിയുമായി മുന്നോട്ടു പോകാൻ താൽപര്യമില്ലാത്തതിനാൽ കോടതിയിൽ തിരിച്ചടിയാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഇതോടെ പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികളിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിൽ അന്വേഷണം വഴിമുട്ടിയ അവസ്ഥയിലായി. പോലീസ് മേധാവിക്ക് ലഭിച്ച വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ക്രൈംബ്രാഞ്ച് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. എന്നാൽ ഇതുവരെയും നേരിട്ടുള്ള പരാതികൾ ലഭിച്ചിട്ടില്ല. ഔദ്യോഗികമായി നേരിട്ട് കോടതിയിൽ സമർപ്പിക്കാനുള്ള തെളിവുകളും കിട്ടിയിട്ടില്ല.
ഇതോടെയാണ് ആരോപണം ഉന്നയിച്ച ഇരകളെ അന്വേഷണ സംഘം അങ്ങോട്ട് സമീപിച്ച് വിവരങ്ങൾ തേടിയത്. രാഹുലിനെതിരെ ആദ്യം വെളിപ്പെടുത്തൽ നടത്തിയ കൊച്ചിയിലെ യുവനടിയിൽ നിന്നും പ്രാഥമിക മൊഴിശേഖരണവും നടത്തിയിരുന്നു. രാഹുൽ പിന്തുടർന്ന് ശല്യം ചെയ്യുന്ന യുവനടി മൊഴി നൽകുകയും മെസ്സേജ് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ കൈമാറുകയും ചെയ്തിരുന്നു. എന്നാൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ താൽപ്പര്യമില്ലെന്നാണ് യുവനടിയുടെ നിലപാട്. അതിനാൽ തന്നെ ഇവരെ പരാതിക്കാരിയാക്കി കേസുമായി മുന്നോട്ട് പോയാൽ കോടതിയിൽ തിരിച്ചടി ഉണ്ടാകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെടുത്ത കേസിന്റെ മുൻ അനുഭവവുമുണ്ട്. അതിനാൽ തന്നെ യുവനടിയെ സാക്ഷിയാക്കി കേസുമായി മുന്നോട്ട് പോകാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 തിരുവനന്തപുരം. കൊല്ലം നെടുമ്പനയിൽ CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവന് പോലീസ് മർദ്ദനമേറ്റ സംഭവത്തിൽ മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന ആരോപണം. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞ FIR-ൽ പറയുന്ന കേസ് മറ്റൊന്നാണെന്ന് കോൺഗ്രസ് കൊല്ലം DCC സെക്രട്ടറി ഫൈസൽ കുളപ്പാടം ആരോപിച്ചു. മുഖ്യമന്ത്രി പറഞ്ഞ കണ്ണനല്ലൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി വിനോദ് എന്നയാളാണെന്നും ഫൈസൽ കുളപ്പാടം ആരോപിച്ചു. കൊല്ലം കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പരാതിക്കാരിയോടൊപ്പം സ്റ്റേഷനിലെത്തിയ സജീവ് എന്നയാൾ പോലീസ് ഉദ്യോഗസ്ഥനോട് കയർത്ത് സംസാരിക്കുകയും പിന്നീട് വീണ്ടും സ്റ്റേഷനിലെത്തി ബഹളം ഉണ്ടാക്കുകയും ചെയ്ത സംഭവത്തിന് ക്രൈം നമ്പർ 1338/2025 കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ബി അശോകിന്റെ സ്ഥലം മാറ്റത്തിൽ വീണ്ടും സർക്കാരിന് തിരിച്ചടി. പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ വകുപ്പിലേക്ക് മാറ്റിയ ഉത്തരവ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ സ്റ്റേ ചെയ്തു. ബി അശോക് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരും. മൂന്നാം തവണയാണ് സർക്കാരിന്റെ സ്ഥാനമാറ്റ ഉത്തരവ് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്യുന്നത്. സർക്കാർ ഉത്തരവ് കോടതി അലക്ഷ്യമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ബി അശോക് അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത്. പിന്നാലെ ഉത്തരവ് സ്റ്റേ ചെയ്തു. നിലവിൽ കൃഷി വകുപ്പിൽ തുടരുന്നതിലും തടസ്സമില്ല. ആദ്യം തദ്ദേശ വകുപ്പിലേക്കും പിന്നീട് ഗതാഗത വകുപ്പിലേക്കും ബി അശോകിനെ മാറ്റി സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും നിയമ പോരാട്ടത്തിലൂടെ കൃഷി വകുപ്പിൽ തന്നെ തുടർന്നു. കെയർഫെഡ് പദ്ധതിക്കുള്ള ലോകബാങ്കിന്റെ വായ്പ വകമാറ്റിയതുമായി വാർത്ത പുറത്തുവന്നതിന്റെ അടിസ്ഥാനത്തിൽ ഫയലുകൾ പുറത്തുവന്നതിന്റെ പേരിലായിരുന്നു ബി അശോകിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചത്. 24 കൊച്ചി. നോക്കാം ചില വാർത്തകൾ ചുരുക്കത്തിൽ. കേരള സർവകലാശാലയിൽ സിൻഡിക്കേറ്റിനെതിരെ കടുത്ത നടപടിയുമായി VC ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. അംഗങ്ങൾ സിൻഡിക്കേറ്റ് റൂം ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കുലർ ഇറക്കി. കോഴിക്കോട് വിജിൽ നരഹത്യാ കേസിലെ 3 പ്രതികളുടെയും രക്തസാമ്പിൾ എടുക്കും. രാസലഹരി സാന്നിധ്യം കണ്ടെത്തിയാൽ NDPS വകുപ്പുകൾ ചുമത്താൻ പോലീസ്. തിരുവനന്തപുരം പാറശാല SHO P അനിൽകുമാർ ഓടിച്ച വാഹനം ഇടിച്ച് വയോധികൻ മരിച്ച കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടു. തിരുവനന്തപുരം ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP വിനുകുമാറിന് അന്വേഷണ ചുമതല. പ്രതി അനിൽകുമാർ ഒളിവിൽ തുടരുന്നു. മൂവാറ്റുപുഴയിൽ ലഹരി മാഫിയ സംഘം വ്യാപാര സ്ഥാപനം തീയിട്ട് നശിപ്പിച്ചതായി പരാതി. ആനിക്കാട് സ്വദേശി ഷാഹുൽ ഷിനോജിന്റെ സ്ഥാപനമാണ് ആക്രമിച്ചത്. പ്രദേശത്തെ ലഹരി സംഘങ്ങളെക്കുറിച്ച് പരാതി നൽകിയതിനാണ് ആക്രമണം ഉണ്ടായതെന്ന് നിഗമനം. കന്നിമാസ പൂജകൾക്കായി ശബരിമല നട തുറന്നു. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിച്ചു. കന്നിമാസ പൂജകൾ പൂർത്തിയാക്കി സെപ്റ്റംബർ 21 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. ISL ക്ലബ്ബ് കേരള ബ്ലാസ്റ്റേഴ്സ് വിൽക്കുന്നു. ക്ലബിന്റെ 100% ഓഹരികളും നിലവിലെ ഉടമകളായ മാഗ്നം സ്പോർട്സ് വിൽക്കുമെന്നാണ് വിവരം. 24 ബിഗ് എക്സ്ക്ലൂസീവ്. ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറും PVP ഗ്രൂപ്പും 2014 രൂപീകരിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 80% ഓഹരികളും വാങ്ങി 2016 മാഗ്നം സ്പോർട്സ് മാനേജ്മെന്റിന്റെ ഭാഗമായത്. വ്യവസായി പ്രസാദ് നിമ്മഗഡ, തെലുങ്ക് നടൻ ചിരഞ്ജീവി, അല്ലു അർജുന്റെ അച്ഛനും നിർമ്മാതാവുമായ അല്ലു അരവിന്ദ് എന്നിവർ ഉൾപ്പെട്ടതാണ് മാഗ്നം സ്പോർട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്. 2 വർഷത്തിനപ്പുറം സച്ചിൻ തന്റെ കൈവശമുണ്ടായിരുന്ന 20% ഓഹരികൾ കൂടി ഇവർക്ക് നൽകി ക്ലബ്ബ് വിട്ടു. ലോകത്ത് തന്നെ ഏറ്റവും ആരാധക പിന്തുണയുള്ള ക്ലബ്ബുകളിലൊന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ്. എന്നാൽ ആരാധകരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുവരെ മാഗ്നം സ്പോർട്സിനായിട്ടില്ല. മാനേജ്മെന്റിന് കച്ചവട താൽപര്യം മാത്രമെന്നായിരുന്നു ആരാധകരുടെ വിമർശനം. കഴിഞ്ഞ സീസണിൽ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട പരസ്യമായി പ്രതിഷേധിക്കുകയും ഗാലറി ഒഴിച്ചിടുകയും ചെയ്തിരുന്നു. ഇതിനെതിരെ ആരാധകർക്കെതിരെ പോലീസിനെ ഉപയോഗിച്ച മാനേജ്മെന്റിന്റെ നടപടിയും വിവാദത്തിലായി. ഈ വിവാദങ്ങളും ISL എന്ന് നടക്കുമെന്നതിലെ അനിശ്ചിതത്വമാണ് ക്ലബ്ബ് വിൽക്കാൻ മാഗ്നം സ്പോർട്സ് തീരുമാനിച്ചതിന് പിന്നിലെന്നാണ് പുറത്തുവരുന്ന വിവരം. കേരളത്തിൽ നിന്നുള്ളവർ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് വാങ്ങാൻ രംഗത്തുള്ളതെന്നും വിവരമുണ്ട്. അനിൽ വാസുദേവ്, സ്പോർട്സ് ഡെസ്ക്, 24. മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. ഹൈടെക് ആകാൻ കേരള ഹൈക്കോടതി. കോടതി നടപടികൾ അറിയിക്കാൻ ഇനി വാട്സാപ്പ് സന്ദേശവും. ഒക്ടോബർ 6 മുതൽ പുതിയ പരിഷ്കാരം പ്രാബല്യത്തിൽ വരും.
കോഴിക്കോട് പന്തിരിക്കരയിൽ വയോധികയെ ആക്രമിച്ച് സ്വർണ്ണമാല കവർന്ന യുവാവ് പിടിയിൽ. മേമണ്ണിൽ ജെയ്സനെയാണ് പെരുവണ്ണാമൂഴി പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊല്ലം അഞ്ചൽ ജവഹർ ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളിൽ പടർന്നു പിടിച്ച മഞ്ഞപ്പിത്തം രക്ഷിതാക്കളിലേക്കും വ്യാപിക്കുന്നു. രോഗബാധിതനായ കുട്ടിയുടെ രക്ഷിതാവിനും മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. കോട്ടയത്തെ ടൂറിസം കേന്ദ്രമായ ഇല്ലിക്കലിലെ വിള്ളലുണ്ടായ സ്ഥലത്ത് ജില്ലാ കളക്ടർ നിയോഗിച്ച സംഘം പരിശോധന നടത്തി. വിവിധ വകുപ്പുകളുടെ പരിശോധന റിപ്പോർട്ട് ഒരാഴ്ചയ്ക്കുള്ളിൽ സമർപ്പിക്കും. വയനാട് നെടുമ്പാലയിൽ കുടുംബകലഹത്തിനിടെ പോലീസും യുവാവും തമ്മിൽ സംഘർഷമുണ്ടായത് യുവാവിന്റെ ഭാര്യയുടെ പരാതി അന്വേഷിക്കാനെത്തിയ പോലീസുമായി. മലപ്പുറം പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ വീണ്ടും പുലി ഇറങ്ങി. പുലിയെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. പ്രമുഖ സോഫ്റ്റ്വെയർ ട്രേഡിംഗ് സ്ഥാപനമായ ലൂമിനാർ ടെക്നോ ലാബ് തൃശൂരിൽ ഓഫീസ് തുറന്നു. വടക്കുന്നാഥ് ക്ഷേത്രത്തിന്റെ എതിർവശത്ത് പാറമേക്കാവ് പത്തായം ബിൽഡിംഗിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. കമ്പനിയുടെ സ്ഥാപകനും MD-യുമായ രാഹുൽ M. കുമാർ, ഡയറക്ടേഴ്സായ ടീന രാഹുൽ, രതീഷ് OR, സുരാജ് VG എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത്. കമ്പനിയിലെ അധ്യാപകനായ സഞ്ജയുടെ അർപ്പണബോധം തിരിച്ചറിഞ്ഞാണ് സഞ്ജയുടെ സ്വദേശമായ തൃശൂരിൽ പുതിയ ബ്രാഞ്ച് തുടങ്ങിയതെന്ന് കമ്പനി അധികൃതർ വ്യക്തമാക്കി. AI സാങ്കേതിക വിദ്യയും റോബോട്ടിക്സും സംയോജിപ്പിച്ച ഡേറ്റാ സയൻസും ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് അടക്കം നിരവധി കോഴ്സുകളുമാണ് ലൂമിനാർ ടെക്നോ ലാബ് മുന്നോട്ട് വയ്ക്കുന്നത്. വാർത്താസന്ധ്യ പൂർത്തിയാവുന്നു. ഇനി പൊതുജനം കഴുതല സാർന്ന പരിപാടി കാണാം. KR ഗോപികൃഷ്ണൻ ചേരും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.